സഖാവ് ദാമോദരൻ്റെ 50ാം ചരമവാർഷികമാണ് ജൂലൈ 3. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 ദിവസമായിട്ട് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിച്ചത്. ഈ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ദാമോദരൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനം ഗ്രന്ഥശാല സംഘം ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 1961 ദാമോദരനും P.T. ഭാസ്കര പണിക്കരും പിന്നെ P. ഗോവിന്ദപിള്ളയും തായാട്ട് ശങ്കരനും ജോസഫ് മുണ്ടശ്ശേരി എല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ചൊരു സംഘടനയുണ്ട്, ഗ്രന്ഥശാല സഹകരണ സംഘം. അത് സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. പുസ്തകം പ്രകാശിപ്പിക്കാൻ, പുസ്തക പ്രസാധനത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സംഘടനയാണ്, നോൺ ബാങ്കിങ് ആണ്. അപ്പോൾ അത് 300ഓളം പുസ്തകങ്ങൾ ഇതിനകം ഇറക്കി കഴിഞ്ഞു. അത് ചുരുങ്ങിയ പുസ്തകമാണ്, വലിയ കാലയളവിൽ ചുരുങ്ങിയ പുസ്തകമാണെന്ന് പറയാം. ആ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റാണ് ഇപ്പം ഞാൻ. ഞങ്ങൾ 4-10-20ഓളം പുസ്തകം, 2 കൊല്ലം കൊണ്ട് 10-20ഓളം പുസ്തകങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് ദാമോദരനും കൂടി കാരണം പുസ്തക പ്രസാധനം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. 2026 അദ്ദേഹത്തിൻ്റെ 50ാം ചരമവാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ 51ാം വാർഷികം, അത് ജൂണിലാണ് വരുന്നത്. 100ാം വാർഷികത്തിൻ്റെ വേറൊരു കാര്യമുണ്ട്. 2025 3 പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ 100ാം വാർഷികമായിരുന്നു. അതിൽ ആദ്യത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താൽക്കാലികമായി അല്ലെങ്കിൽ തുടക്കം താഷ്കണ്ടിൽ സമിതി രൂപീകരിച്ചുകൊണ്ടാണെങ്കിലും ഇന്ത്യയിൽ എൻ്റെ പ്രവർത്തനമൊന്നും വ്യാപകമാക്കി നടത്താൻ പറ്റിയിരുന്നില്ല. ആദ്യമായിട്ടൊരു അഖിലേന്ത്യാ സമ്മേളനം ചേരുന്ന ലക്നൌവിൽ 1925 അതിൻ്റെ 100ാം വാർഷികം CPI അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ആചരിക്കുകയും ആഘോഷിക്കുകയും നമ്മുടെ പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലാളികളെയും കർഷകരെയും എഴുത്തുകാരെയും വിദ്യാർത്ഥികളെയും വനിതകളെയും ഒക്കെ സംഘടിപ്പിച്ച് ഗ്രാമതലത്തിൽ പോലും അതിന് വേരുകൾ ഉണ്ടാക്കി ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്ത് 52 പാലക്കാട് മലബാർ ജില്ലാ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. P.T. ഭാസ്കര പണിക്കർ അതിൻ്റെ ചെയർമാനായി വന്നു. അദ്ദേഹം തുടങ്ങിയ ഈ ഏകാധ്യാപക വിദ്യാലയങ്ങളാണ് O.V. വിജയനെ കൊണ്ടൊരു നോവൽ എഴുതിപ്പിച്ചെന്ന കാര്യവും കൂടി നമ്മൾ ഓർക്കണം. തസ്രാക്കിൽ ഒരു ഏകാധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായിട്ട് വന്ന കഥാപാത്രമാണ് O.V. വിജയന്. ഇപ്പോൾ തസ്രാക്കിൽ അതുണ്ട്, അത് കസാക്ക് എന്ന് അദ്ദേഹം പേര് മാറ്റി അതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു ഏകാധ്യാപക വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 1957 ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനും സാധിച്ചു. പിന്നീട് പല സംസ്ഥാനങ്ങളിലും ത്രിപുരയിലും ബംഗാളിലുമൊക്കെ നമുക്ക് മന്ത്രിസഭകൾ രൂപീകരിക്കാൻ സാധിച്ചു. 2016 മുതൽ 2026 വരെ 10 കൊല്ലം തുടർച്ചയായി കേരളത്തിലും ഭരിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷത്താണ്. നമ്മളെ കാലിൻ്റെ പുഴയിലിറങ്ങുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്ന പോലെ കാലിൻ്റെ അടിയിൽ നിന്ന് ചൊരിമണൽ ചോർന്നു പോകുന്നോ എന്ന് സംശയിക്കുന്നൊരു സംഘത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. 100ാം വാർഷികം ആഘോഷിച്ച ഒരു പാർട്ടി. രണ്ടാമത്തത് തമിഴ്നാട്ടിലാണ് ദ്രാവിഡ പ്രസ്ഥാനം. കോൺഗ്രസ്സുകാരനായിരുന്ന E.V. രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യഗ്രഹത്തിലെ കോൺഗ്രസ്സുകാരനായിട്ടാണ് പങ്കെടുത്തത്. 1925 അദ്ദേഹം കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും കുടിയരശ് എന്ന് പറഞ്ഞൊരു വാരിക ആരംഭിക്കുകയും ചെയ്തു. കുടിയരശ് എന്ന് വെച്ചാൽ സെൽഫ് റൂൾ, സ്വയംഭരണം എന്നാണ് അർത്ഥം. അത് തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു വന്ന ജസ്റ്റിസ് പാർട്ടിയുടെ വേറൊരു രൂപത്തിലാണ്. ആദ്യം മുതൽ അദ്ദേഹം ജസ്റ്റിസ് പാർട്ടിയോട് അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ടായിരുന്നു. ആ ജസ്റ്റിസ് പാർട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പിന്നോക്ക ജാതി സംവരണം ഏർപ്പെടുത്തുന്ന ഭരണകൂടം. 1919 മൊണ്ടേഗു ചെംസോഡ് ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി ഈ ദ്വിഭരണം എന്ന് പറഞ്ഞ ഡയാർക്കി നടപ്പിലാക്കിയപ്പോൾ ചില സുപ്രധാന വിഷയങ്ങൾ തദ്ദേശീയ മന്ത്രിമാർക്ക് ഭരിക്കാൻ അവസരം കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി റിസർവേഷൻ ഓർഡർ 1921 ജസ്റ്റിസ് പാർട്ടിയാണ് കൊണ്ടുവന്നത്. അതിനോട് അവിടുത്തെ സവർണ മേധാവിത്വത്തിന് ഇഷ്ടമുണ്ടായില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തന്നെ സവർണ മേധാവിത്വമായിരുന്നു. രാജഗോപാലാചാര്യയെ പോലുള്ള ബ്രാഹ്മണന്മാരാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അവരുമായിട്ട് വിയോജിച്ചുകൊണ്ടാണ് 1925
കുടി അരശ് തുടങ്ങിയതും ഏതാനും വർഷങ്ങൾക്ക് ശേഷം സ്വയം മര്യാദ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്ന സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് അദ്ദേഹം തുടങ്ങിയത് EVR. 1940 ആയപ്പോഴേക്കും ഈ ജസ്റ്റിസ് പാർട്ടിയെ ദ്രാവിഡ കഴകം എന്ന പേരിൽ അദ്ദേഹം മാറ്റി. ആ ദ്രാവിഡ കഴകം സജീവ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തകരായിട്ടാണ് യുവാക്കളായ CN അണ്ണാദുരയും കരുണാനിധിയും ഒക്കെ രംഗത്ത് വരുന്നത്. അതിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ദ്രാവിഡ പ്രസ്ഥാനം അതിവിശാലമായിട്ട് കൊണ്ടുവരണം. ദക്ഷിണേന്ത്യ മുഴുവൻ ദ്രാവിഡ നാടാണ്. ശ്രീലങ്ക അടക്കമുള്ള പ്രദേശങ്ങൾ ദ്രാവിഡ നാടായിട്ട് പ്രഖ്യാപിച്ചൊരു സ്വയംഭരണ പ്രദേശം സ്ഥാപിക്കണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു EVR. അത് സാധൂകരിക്കുന്നതിന് വേണ്ടി 1944 അണ്ണാദുരൈ ഒരു പുസ്തകം എഴുതി, ആര്യ മായ എന്ന പേരിൽ. ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റുപോയത്. ഉത്തരേന്ത്യയുടെ ആര്യ അധിനിവേശത്തെ ആര്യന്മാരാണ് യോഗ്യന്മാരെന്നും അവരാണ് സവർണന്മാരെന്നും അവരാണ് ഭരിക്കാൻ പിറന്ന വർഗമെന്നും അവരുടെ ഭാഷയായ സംസ്കൃതമാണ് വിശ്വഭാഷ, ദേവഭാഷ എന്നൊക്കെ വഹിച്ചുകൊണ്ട് സിദ്ധാന്തങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതല്ല, ഒരാദിഭാഷയുണ്ട്, അത് തമിഴാണ് എന്നും ആ ആദിഭാഷ സംസാരിക്കുന്നത് ദ്രാവിഡ ജനതയാണ് എന്നും ആ ദ്രാവിഡന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം, അത് നർമ്മദാ നദിക്ക് തെക്കുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഒരു ദ്രാവിഡ സ്ഥാനമായി മാറണം, ശ്രീലങ്ക വരെ അതിൽ ഉൾപ്പെടുത്തണം എന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടുള്ള പ്രസ്ഥാനം വന്നു. ആ പ്രസ്ഥാനം പിന്നീട് ശക്തി പ്രാപിച്ചു. ദ്രാവിഡ കഴകവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം CN അണ്ണാദുരൈക്ക് ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകം DMK ഉണ്ടായത്. 1967 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടികൾ കിട്ടുകയും 7 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭകൾ വരികയും ചെയ്തപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം DMK ഒരു മന്ത്രിസഭ രൂപീകരിച്ചു. അണ്ണാദുരൈ അതിന്റെ പ്രസിഡന്റ്, അതിന്റെ മുഖ്യമന്ത്രിയായി. 69 അദ്ദേഹം ക്യാൻസർ ബാധിതനായി മരിക്കുന്നതുവരെ അത് തുടരുകയും ചെയ്തതിനു ശേഷമാണ് അത് വരുന്നത്. തമിഴ്നാട്ടിൽ അതിനുശേഷം കോൺഗ്രസ്സുകാർക്ക് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. DMK കോൺഗ്രസുമായിട്ട് പിന്നെ സഖ്യം ചെയ്തു, BJP ആയിട്ടും സഖ്യം ചെയ്തിട്ടുണ്ട്. 2026 വരെ ആ ദ്രാവിഡ കഴകം തമിഴ്നാട്ടിലും ഭരണകർത്താക്കളായി തുടർന്നു. പക്ഷെ ഇപ്പോൾ അവർ ഭരണത്തിന് വെളിയിലാണ്. മൂന്നാമത്തെ പ്രസ്ഥാനം 100ാം വാർഷികം ആഘോഷിച്ച് അല്ലെങ്കിൽ ആചരിച്ച മൂന്നാം പ്രസ്ഥാനം RSS ആണ്, സംഘപരിവാറാണ്. 1923 സാവർക്കർ തുടങ്ങിയ എഴുതി വെച്ചൊരു ലഘുലേഖ, ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം എന്ന ലഘുലേഖ, അതിലെ ഉള്ളടക്കം നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സാംസ്കാരിക സംഘടനയായിരുന്നു RSS. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനമോ ഏർപ്പെട്ടിരുന്ന സമരങ്ങളിലൊന്നും ഇവർ ഏർപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പോലും അവർ പങ്കെടുത്തിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ നാടുവാഴിത്ത വിരുദ്ധ ഉത്തരവാദ പ്രക്ഷോഭത്തിലോ ജന്മിവിരുദ്ധ കർഷക സമരങ്ങളിലോ ജാതി വിരുദ്ധ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലോ അവർ പങ്കെടുത്തിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്തേ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇന്ത്യ ഭരിക്കാനായി. 1952 ലോകസഭയിൽ അവർക്ക് 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. 967 അവർക്ക് 19 സീറ്റാണ് കിട്ടിയത്. 977 കോൺഗ്രസിനെതിരെ മുന്നണി ഉണ്ടാക്കിയ ജനതാ പാർട്ടിയിൽ അവരുടെ വിഹിതം 94 സീറ്റായിരുന്നു. 84 ഇന്ദിരാവധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും 92 രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും മാത്രമാണ് അവർക്ക് സീറ്റുകൾ കുറഞ്ഞത്. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവരെ സീറ്റ് വർദ്ധിപ്പിച്ചു. 97 അല്പകാലത്തേക്ക് 13 ദിവസത്തേക്ക് അവർക്ക് ഭരിക്കാൻ കിട്ടി. 98 99 അവർക്ക് NDA എന്ന് പറഞ്ഞ മുന്നണി ഉണ്ടാക്കി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭരിക്കാൻ സാധിച്ചു. വീണ്ടും തിരിച്ചടി ഉണ്ടായി. 2014 പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് 282 സീറ്റ് നേടിക്കൊണ്ട് അവർക്ക് ഭരിക്കാൻ സാധിച്ചു. 19 ആ വിജയം ആവർത്തിച്ചു, 24 വിജയം ആവർത്തിച്ചു. സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായെങ്കിലും അവർക്കൊരു ജനസ്രോതസ്, വോട്ടർ ബാങ്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചു. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു? ഭൗതികവാദപരമായിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ ലൗകിക കാര്യങ്ങൾ ഇടപെടുകയും സമരങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടാനും കഴിയുന്ന 2 പ്രസ്ഥാനങ്ങൾ 100 വർഷം കഴിഞ്ഞപ്പോൾ ഒതുങ്ങിപ്പോവുകയും
എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്താതിരുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചു, അവരുടെ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 2016 സോഷ്യലിസ്റ്റ് രജിസ്റ്റർ ഡൽഹിയിൽ നിന്ന് ആസ്ഥാനമാക്കിയുള്ള ലെഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രസാധകരാണവർ. അതിൽ പ്രസിദ്ധീകരിച്ച സോഷ്യലിസ്റ്റ് രജിസ്റ്ററിൽ ഐജാസ് അഹമ്മദ് എന്ന് പറഞ്ഞ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ദ ഇന്ത്യൻ ലെഫ്റ്റ് ആൻഡ് ദ ഫാർ റൈറ്റ് എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. 25-30 പേജുകൾ വരുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഇത്തരം സമരങ്ങളിൽ ഒന്നും നടത്താത്ത, സമരങ്ങളൊന്നും പങ്കെടുക്കുകയോ നടത്തുകയോ ചെയ്തിട്ടില്ലാത്ത ഈ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ മനസ്സിനെ, നാഷണൽ സൈക്ക് മനസ്സിനെ കീഴടക്കിയത് ഒരു ചെറിയ പ്രവർത്തനത്തിലൂടെയാണ്. അത് മോളിക്കുലാർ കൾച്ചറൽ കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്, സൂക്ഷ്മതല സാമൂഹിക അവബോധം സൃഷ്ടിച്ചുകൊണ്ടാണ് അവർക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് എന്നാണ്. 923 ലഘുലേഖയിൽ അദ്ദേഹം പറയുന്നു, സാവർക്കർ പറയുന്നു, ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരാണ് ഹിന്ദു. അത് ഹിന്ദു വിശ്വാസവുമായിട്ട് മതവുമായിട്ട് ബന്ധമില്ല. അതൊരു രാഷ്ട്രീയ ദർശനമാണ്. മാർക്സിസം പോലെയോ സോഷ്യലിസം പോലെയോ ഒരു രാഷ്ട്രീയ ദർശനമാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. പിന്നീട് ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. RSS വന്നതിന് ശേഷം അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളും സിഖുകാരും അല്ലാത്ത ഇന്ത്യക്കാരെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? അവരുടെ പേരെന്താണ്? ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാം, മുസ്ലിമിനെ മുസ്ലിം എന്ന് വിളിക്കാം, പാഴ്സിയെ പാഴ്സി എന്ന് വിളിക്കാം, സിഖുകാരനെ സിഖുകാരൻ. അല്ലാത്ത ഇന്ത്യക്കാർ ആരാണ്? അവർ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ രാഷ്ട്രത്തിനും ആ ഹിന്ദുക്കളുടെ ഭരണത്തിനും വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അത് ആദിവാസികളായാലും ഗോത്രവർഗക്കാരായാലും കടൽപ്പണിക്ക് പോകുന്നവരായിരുന്നാലും ഇവിടെ സൂചിപ്പിച്ചിരുന്ന നാനാവിധത്തിലുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അവരെല്ലാം ഹിന്ദുക്കളാണ്. അവരുടെ ഒരു ഏകോപിതമായ രാജ്യമായിരിക്കണം ഇന്ത്യ. ആ ഇന്ത്യക്ക് വേണ്ടിയാണ് ഹിന്ദുത്വം നിലകൊള്ളുന്നത്. അവരുടെ ഭരണമാണ് നിൽക്കുന്നത്. അതാണ് ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രമെന്ന് വിളിക്കേണ്ടത്. അത്തരത്തിലൊരു ബോധമുണ്ടാക്കാൻ ആദിവാസി ഗോത്രവർഗ മേഖലയിലും കടൽപ്പണിക്ക് പോകുന്നവരിലും ദളിത് വിഭാഗത്തിലും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സവിശേഷമായ സാഹചര്യം അനുസരിച്ച് 4000-ലധികം ജാതികളും ഉപജാതികളും ഉണ്ടെന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഈ 4000-ലധികം ജാതികളും ഉപജാതികളെയും സവർണ ഹിന്ദുക്കൾ ഒരിക്കലും ഹിന്ദുക്കളായി കണക്കാക്കിയിരുന്നില്ല. അവർക്ക് ഹിന്ദുക്കൾ എന്നുള്ള അത് പോട്ടെ, മനുഷ്യരെന്നുള്ള പദവിയും കിട്ടാത്തത് കൊണ്ടാണ് അയ്യങ്കാളിക്ക് സമരം ചെയ്യേണ്ടി വന്നത്, വഴി നടക്കാൻ വേണ്ടി വൈക്കം സത്യാഗ്രഹം നടത്തേണ്ടതായി വന്നത്, വിദ്യാലയ പ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടതായി വന്നത്, ദേവാലയത്തിൽ പ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടതായിട്ട് വന്നത്. പക്ഷേ ഇപ്പോ അതെല്ലാ പ്രശ്നങ്ങളും തീർന്നു. ദേവാലയത്തിൽ പ്രവേശനമുണ്ട്. എല്ലാ ഇന്ത്യയിലെ ജാതി നമുക്ക് കേരളത്തിൽ സ്ഥിതിച്ച എല്ലാ ജാതികൾക്കും പ്രത്യേക ദേവന്മാരുണ്ട്. നമുക്കിവിടെ എവിടെ മുക്കിന് 1-2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരാൾ കാണും, ഒരു ദേവൻ കാണും, ഒരു മുത്തപ്പൻ കാണും. തിരുവനന്തപുരത്തെ സ്ഥിതി എനിക്ക് പ്രത്യേകിച്ച് അറിയാം. സെക്രട്ടേറിയറ്റിന് ചുറ്റും സമരക്കാരല്ല, പോലീസുകാരല്ല, ദേവന്മാരാണ്. തിരുവനന്തപുരത്തെ കാണുന്ന കുറെ പേരൊക്കെ അറിയുന്നവർ പറയും, പാളയം പള്ളി ഒഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത മുസ്ലിം പള്ളിയോട് ചേർന്ന് ഒരു ഗണപതി ഇരിപ്പുണ്ട്. നേരെ കണ്ണിമേറ മാർക്കറ്റിനകത്ത് കയറിയാൽ അവരൊരു ദേവി ഇരിപ്പുണ്ട്. നേരെ തിരിഞ്ഞ് സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് വിവരാവകാശ കമ്മീഷൻ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ശാസ്താവ് ഇരിപ്പുണ്ട്. നേരെ സെക്രട്ടേറിയറ്റിന്റെ മുഖ്യമന്ത്രി കയറി വരുന്ന കന്റോൺമെന്റ് ഗേറ്റ് വഴി കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ അധ്യാപകനോട് ചേർന്ന് മറ്റൊരാളിരിപ്പുണ്ട്. അവിടെ കറങ്ങി നേരെ സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റ് വന്നാൽ ഇപ്പൊ ശശി തരൂർ MP-യുടെ ആഫീസിന്റെ അടുത്തൊരു ഉജ്ജയിനി അമ്മൻ ഇരിപ്പുണ്ട്. നേരെ മെയിൻ റോഡിൽ കയറി GP-യുടെ പുറകെ കല്ലമ്മൻ ഇരിപ്പുണ്ട്. ഈ ഉജ്ജയിനി അമ്മന്റെ അവിടെ കൂടി നേരെ തെക്കോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഗാന്ധാരി അമ്മൻ ഇരിപ്പുണ്ട്. നേരെ അവിടുന്ന് കിഴക്കോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. നേരെ മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 കൊല്ലത്തിന് മുമ്പ് വരെ ഇല്ലാതിരുന്നു ഒരു കൈവിരലിന്റെ ഒരു കൈത്തണ്ടയുടെ കനം മാത്രം ഉണ്ടായിരുന്ന ഒരു ആലുമരം, അരശുമരമുണ്ട്. അതിലൊരു ചുവന്ന തുണിയെടുത്ത് കെട്ടി നിങ്ങളുടെ CPI-യുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിനടുത്താണ്, തൊട്ടടുത്താണ്. വലിയ ഐക്യമാണ് നമ്മൾ തമ്മിൽ. തൊട്ടടുത്തിരിപ്പുണ്ട്. ഒറ്റ രാത്രി അറിയാം, സഹാവിനറിയാം. ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു ശൂലം കുത്തി വെച്ചിട്ടുണ്ട്, പൂജ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ അത് ആൽമരം വളർന്ന് ഒരു പിടികെട്ടാത്ത വണ്ണമായിട്ടുണ്ട്. തുണിയുടെ വലിപ്പം മാറ്റി കെട്ടി. ആ പേരാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ചൊടലമാടൻ.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് വരാൻ പറ്റിയ ദേവന ചുടലമാതൻ ഉച്ചൂട് പിടിച്ചു കളയാം നമുക്ക്. നേരെ അവിടുന്ന് അരിശോ ജംഗ്ഷനിലെത്തിയാൽ അവിടെ ഒരാളുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ 2 പേരുണ്ട്. മെയിൻ ഗേറ്റിന്റെ അടുത്തോണ്ട് ഇപ്പുറത്ത് RMSന്റെ അടുത്തോണ്ട്. നോക്കൂ, ഇവരെ വഴിതെട്ടി നടക്കാൻ നിവൃത്തിയില്ല. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണെങ്കിൽ പോലീസുകാരെ തട്ടി നടക്കാൻ പറ്റില്ല. ഈ ദേവകളൊക്കെ ആരാണ്? സെക്രട്ടേറിയറ്റും അതിനടുത്തുള്ള മന്ദിരങ്ങളും പണിയാനായിട്ട് മറ്റു പ്രദേശങ്ങളിലായിട്ട് വന്ന ആർട്ടിസാൻ ക്ലാസ് എന്ന് പറഞ്ഞ കൈവേലക്കാരുടെയും കൈത്തൊഴിലുകാരുടെയും ദേവനാണ്. അവിടെ ഊര് മൂപ്പനാണ് പൂജ നടത്തിയിരുന്നത്. വർഷത്തിൽ ഒരു തവണയേ ഉണ്ട്. വൈകുന്നേരം ചിലപ്പോൾ വിളക്ക് വയ്ക്കുമായിരിക്കും. വർഷത്തിൽ, പ്രത്യേകിച്ച് മകരമാസത്തിൽ, മകരസംക്രാന്തി എന്ന കാർഷിക സമ്പദ്ഘടനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ദിവസങ്ങളിൽ വാർഷിക പൂജയുണ്ടായിരുന്നു. അവർ പലരും സസ്യാഹാരികൾ മാത്രമല്ല മാംസാഹാരികളുമായിരുന്നു. ഈ സസ്യാഹാരികൾ എന്ന് പറയുന്ന സവർണ ദേവതകളാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെന്ന് പറയുന്ന ത്രിമൂർത്തി ദേവതകളായ ശിവനും വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണനും മറ്റൊരു ദേവിയും. ഇതാണ് പ്രധാനപ്പെട്ട. അവർക്ക് മാത്രമേ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. പട്ടയമുള്ളത് അവരാണ്, ദേവസ്വം. പിന്നീട് തെക്കൻ പ്രദേശങ്ങളിൽ, ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല, തെക്കൻ പ്രദേശങ്ങളിൽ ഈ ശാസ്താവും സുബ്രഹ്മണ്യനും ഉണ്ട്. ഒരു തമിഴിൽ നിന്ന് കയറി വന്നതാ. ബുദ്ധമതത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. അവർക്കും ഭൂമി കിട്ടിയിരുന്നു. അല്ലാത്ത ആർക്കും 4 ഇഞ്ച് ഭൂമി കിട്ടിയില്ല. 57 കുടിയൊഴിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഒരു കുടിയൊഴിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവർക്ക് പിന്നെ കുടി കിട്ടിയത്, പട്ടയം കിട്ടിയത് പ്രത്യേകിച്ച് നമ്മളെല്ലാം കൂടി തന്നെ ഉണ്ടാക്കി കൊടുത്താണ്. 57 ഭൂപരിഷ്കാര നിയമത്തിന്റെ ഫലമായി ഉയർന്നു വന്ന മധ്യവർഗ ഭൂവുടമകളാണ് ഇവർക്ക് പുതിയ ദേവാലയങ്ങൾ ഉണ്ടാക്കി, അവർക്ക് കോൺക്രീറ്റിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. ഒരു കാര്യം ചെയ്തു, ഊരുമൂപ്പനെ ആറ്റി ഓടിച്ചിട്ട് പൂണൂലിട്ട പൂജാരിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഈ ദേവാലയങ്ങളിലല്ലേ ഇപ്പൊ പൂണൂലിട്ട പൂജാരിയാണ്. അപ്പൊ ഇവരെല്ലാം ദേവന്മാരായി, ഇവരെല്ലാം സവർണന്മാരായി, ഇവരെല്ലാം ഹിന്ദുക്കളായി. ഇവരെ ആരാധിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ജനങ്ങൾ ഹിന്ദു ജനങ്ങളായി. അങ്ങനെ അറിയാതെ ഈ പ്രേമം നമ്മുടെയൊക്കെ മനസ്സിൽ കയറി പറ്റുന്നത് അറിയാതെയാണല്ലോ. അറിഞ്ഞുകൊണ്ടാണെന്ന് എനിക്ക് അറിയാതെ വെള്ളത്തിൽ എണ്ണ കിനിയുന്നത് പോലെ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക്, ബോധത്തിലേക്ക് മാറി നമ്മളെല്ലാം ഹിന്ദുക്കളായി. ആ ഹിന്ദുവിന്റെ മനസ്സിലാണ് ഇവനിപ്പോ വോട്ട് പിടിക്കുന്നത്. ഏനന്റെ പാടത്ത് സ്വപ്നം വതച്ചു, മറ്റേ വിത്ത് വതച്ചു. ഏനന്റെ പാടത്ത് സ്വപ്നം വതച്ചു എന്ന് പാട്ട് പാടിയത് അങ്ങനെയാണ്. അങ്ങനെ സ്വപ്നം വിതച്ചു. അതാണ് സൂക്ഷ്മതല, സാംസ്കാരിക അവബോധം, മോളിക്കുലാർ കൾച്ചറൽ കോൺഷ്യസ്നസ്.